യെസ്. എന്തായിരുന്നു കറി? സ്പെഷ്യൽ എന്തായിരുന്നു? ഫിഷ് ഫ്രൈ. ഓ, ഫിഷ് ഫ്രൈ. നമ്മുടെ ചാളച്ചേട്ടനാണോ? അല്ല, മുരളെന്ന് പറയും. മുരള് ചാളയുടെ ആ സൈസ് തന്നെ, ചെറിയ. അത് ശരി. എന്താ ചാള ഇംഗ്ലീഷിൽ പറയണത്? ഇംഗ്ലീഷിൽ എന്താ ചാളനെ പറയണത്? സാർഡെയിൻ കേട്ടോ. പറഞ്ഞോ അഞ്ജിത, എന്താ അഞ്ജിത? അറിയില്ലെന്ന് പറഞ്ഞ മാം. സാർഡെയിൻ, സാർഡെയിൻ കേട്ടോ. ഓക്കെ. അപ്പോ ഐലൻ എന്ന് പറയും. എന്താ ബിനോയ്? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. മാക്രൽ കേട്ടോ. സാർഡെയിനും മാക്രലും കേട്ടോ. മാഡം, എനിക്ക് മാഡത്തിനെ കാണാൻ പറ്റില്ലല്ലോ. അയ്യോ, ഞാൻ ഇത് ചെയ്തിട്ടില്ല, വീഡിയോ ഓൺ ചെയ്തില്ല, മറന്നേ. ഇപ്പൊ കാണുന്നുണ്ടോ? Did you see me? See? Did you see? Yes. Okay. എന്നിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും? ഹാപ്പി ആണോ എല്ലാവരും? I am so happy. How is going there? Is it raining there? ഇപ്പൊ ഉണ്ടോ? മഴയുണ്ടോ അവിടെ? ഇടയ്ക്കിടയ്ക്ക് പെയ്യും. ഇടയ്ക്കിടയ്ക്കല്ലേ? ഇല്ല മാം, ഇവിടെ നല്ല വെയില. ഇപ്പൊ ഇവിടെ നല്ല അന്തരീക്ഷ വെയില. വെയിലാണല്ലേ. അഞ്ജിതയുടെ വീട് എവിടെയാ? പാരിപ്പള്ളി, കൊല്ലം. കൊല്ലം. സുരഭിയോ? ട്രിവാൻഡ്രം, വെഞ്ഞാറമൂട്. ഓ, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിയൊക്കെ അറിയോ? അവരുടെ അടുത്താണോ? അടുത്തായിട്ടാ. അതെ അല്ലേ. ഒരുപാട് സിനിമക്കാരുടെ ഏരിയ ആണല്ലോ അല്ലേ? ജോബി അവരൊക്കെ എവിടെയാ? ജോബി. ഞാനൊരു ഒരിടക്ക് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. വെഞ്ഞാറമൂട്ടിലാണോ? വെഞ്ഞാറമൂട്ടിലാണ്. എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. എനിക്കൊരു PSC എക്സാം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞാൻ എക്സാമിന് എവിടെയാണെന്ന് അറിയോ? നമ്മുടെ രാജാരവിവർമ്മ കോളേജ് ഉണ്ടല്ലോ, അവിടെയായിരുന്നു എനിക്ക് എക്സാം. മെഡിക്കൽ എൻട്രൻസിന്റെ എക്സാം ആയിരുന്നു അത് അന്ന്. എനിക്ക് വെഞ്ഞാറമൂട് UPS PSC എക്സാം ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ലാബ് അസിസ്റ്റന്റ്? മാഡം ഭയങ്കര പാടായിരുന്നു മാഡം. അത് ശരി. അത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഭയങ്കര പാടായിരുന്നു. മിക്കവാറും കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉണ്ട് അത് ഇങ്ങനെയാണെങ്കിൽ. അങ്ങനെ അല്ലേ? മാഡം പാട്ടൊക്കെ കുറിച്ചൊക്കെ ഒന്നും പഠിച്ചുകൊണ്ട് പോയില്ലേ? പിന്നെ ഏതൊക്കെ സ്റ്റെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അസിസ്റ്റന്റ് അല്ലേ? ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയി മാഡം. യൂട്യൂബ് പോയി ക്ലാസ് എല്ലാം പഠിച്ചിട്ട് പോയി. പക്ഷേ യൂട്യൂബിൽ പഠിപ്പിച്ചതല്ല അവിടെ ചോദിച്ചത്. സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഏതൊക്കെ സ്റ്റെയിൻസ് ഒക്കെ, ഏതൊക്കെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അതൊക്കെയാണ് ചോദിക്കാറ് കൂടുതൽ. നല്ല ക്ലാസ് ആണ് ഇവിടെ നിന്ന് കേട്ടിട്ട് പോയത്. എന്നിട്ടും അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചില്ല. അത് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരു 10-15 മാർക്കിന് ചോദിച്ചു ഇവിടുന്ന് പഠിച്ചിട്ട് പോയത്. അത് ശരി. മാഡം പാട്ടൊക്കെ എങ്ങനെ കൊണ്ടുപോകണം? പാട്ടൊക്കെ പാടൊക്കെ ഉണ്ടോ? പിന്നെ നമുക്ക് അതൊക്കെ പാടിയല്ലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മാഡം പാട്ടൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും മാഡം, ഫേമസ് ആവട്ടെ. ദൈവമേ, ഇനി അതിന്റെ ഞാൻ ഇടാറില്ല. ഇൻസ്റ്റാഗ്രാം എന്നുള്ള സംഭവം എന്റെ പേര് ഇല്ല കേട്ടോ. ഫേസ്ബുക്ക് ഉണ്ട്. ഒരു ബോക്സ് ഒക്കെ വായിച്ച് മൈക്കൊക്കെ വായിച്ച് ഒരു പാട്ടൊക്കെ പാടാം. പാടണം വിനോയ്. എന്തെങ്കിലും പാടി ഞാൻ ഫേമസ് ആവും. അപ്പൊ ഞാൻ കൊല്ലത്തും അല്ലെ കണ്ണൂരൊക്കെ വരും നിങ്ങളെ കാണാൻ. അപ്പൊ നിങ്ങൾ ഓടി വന്നേ. നിങ്ങൾ എന്നെ കണ്ട വേഗം വരണം കേട്ടോ. സത്യം പറഞ്ഞ ഇത് ഓഫ്ലൈൻ ആയാൽ മതിയായിരുന്നു ഈ ക്ലാസ്. സത്യം പറഞ്ഞ അത് ശരി. ഓഫ്ലൈൻ ആണ് ഏറ്റവും ഇഷ്ടം അല്ലെ? നമ്മൾക്കല്ലേ അങ്ങോട്ടൊക്കെ നന്നായിട്ട് സംസാരിക്കാം, കാണാം അല്ലെ? കോളേജ് വല്ല അടിച്ചു പൊളിച്ച് തീർക്കായിരുന്നു ഒരു 6 മാസം. സുരഭിക്ക് എന്ത് തോന്നുന്നു? സുരഭി സന്തോഷം തോന്നുന്നു അല്ലേ? ഷീ ഈസ് വെരി ഹാപ്പി. അതറിയുമ്പോ തന്നെ എനിക്കും സന്തോഷം. ഹാപ്പി ആണെന്നറിഞ്ഞു. റോഷിനിയും അതെ. റോഷിനി എന്താ
അയ്യോ കൈയൊക്കെ ഇങ്ങനെ താടിക്ക് കൊടുത്തിരിക്കണേ, കഷ്ടം എന്നൊക്കെ പറഞ്ഞിരിക്കണേ. റോഷിനിയേ, റോഷിനി, റോഷിനി മിണ്ടുന്നില്ല. റോഷിനി വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന റോഷിനിയാണോ? ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. വീഡിയോ ഓൺ ആയിട്ട് ഒരു വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓഫ് ചെയ്ത ഓഫ് ചെയ്ത. കുഴപ്പമൊന്നുമില്ല, എനിക്ക് നിങ്ങളെ കണ്ടൊക്കെ ക്ലാസ് എടുക്കണതാണ് എനിക്കിഷ്ടം. ഓരോരുത്തരുടെ മുഖം കണ്ട് ക്ലാസ് എടുക്കണതാണ് എനിക്കിഷ്ടം. നിങ്ങൾ ഓൺ ലൈവിലിരിക്കുക എന്നുള്ളതാണ്. ഓഡിയോ ഓഫ് ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്കും ഉണ്ട് ഒരു സന്തോഷം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത് ഓർക്കണുണ്ടോ? അല്ലെ, ഒരുപാട് കാലമായി കണ്ടിട്ടെന്ന് തോന്നണം അല്ലേ നമ്മള്, അല്ലെ? ഒരുപാട് നാളായി. ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്. എവിടെ വരാ എടുത്തത് അറിയോ? ആരെങ്കിലും ഓർക്കണുണ്ടോ? യു റിമെമ്പർ? ഫോംസ് ഓഫ് ബി അല്ലെ? ബിയുടെ ഫോംസിനെ കുറിച്ചാണ് നമ്മള് അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ആണോ ഗീതു? ഗീതു ആണോ? സത്യമൊക്കെ അറിയണത് ഇപ്പോഴാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലെന്നൊക്കെ ഇപ്പോഴാണ് അല്ലെ? ബീനെ കുറിച്ച് പറഞ്ഞിരുന്നപ്പോ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഉണ്ടായിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾക്ക് ഉണ്ടായില്ല തോന്നുന്നു അല്ലെ? ഉണ്ടായില്ല, ഞാൻ ഉണ്ടായില്ല. ക്ലാസ് ടെസ്റ്റ് ഒക്കെ മാഡം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇല്ലായിരുന്നു മാഡം. ഒരു ക്ലാസ്സിന് എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോയിരുന്നു. കിട്ടിയോ ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായി? ഒരു ഹോസ്പിറ്റൽ അവര് 2 ദിവസം കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഒരു ഹോസ്പിറ്റലില് വേണം. ഹോസ്പിറ്റലിന്റെ അല്ലെ? ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും പ്രസന്റ് ആയിട്ടുണ്ട്. ഇപ്പോ എല്ലാവരും ജോയിൻ ചെയ്തു. Let us go. Yes, ma'am. Okay. Yes, ma'am. Okay. Yes, ma'am. അപ്പോ ഹാവിനെ കുറിച്ചൊക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ധാരാളം ബി ഫോംസ് ഉണ്ട്. ഞാൻ ബിയെ കുറിച്ച് ആദ്യം പഠിപ്പിക്കുക അല്ലെ? ബി ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മറന്നു പോയവരൊക്കെ ഉണ്ട് അല്ലെ? അപ്പോ ആകുക, ആയിരിക്കുക എന്നതൊക്കെ ഉള്ളതാണ് ഈ ബി എന്ന് പറയുന്നത് അല്ലെ? ആകുക, ആയിരിക്കുക, ഇതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് നമുക്ക്. അപ്പൊ ആരെ കൊണ്ടുവരണം? സന്തോഷമായിരിക്കൂ എന്ന് എങ്ങനെ പറയും? സന്തോഷമായി, ബി ഹാപ്പി അല്ലെ? ശ്രദ്ധിക്കൂ, ശ്രദ്ധയുണ്ടാകുക അല്ലെ? അപ്പൊ റോഡ് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഒരു വാണിംഗ് പോലെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ വളമുണ്ട്, എന്തു പറയണം? ബി കെയർഫുൾ അല്ലെ? ബി കെയർഫുൾ അല്ലെ? അല്ലെ? നീ എന്താണ്, കുറച്ച് ദയ കാണിക്കൂ, ആ കുട്ടിയോട് കുറച്ച് ദയ കാണിക്കൂ. എങ്ങനെയാ പറയാ? ബി കൈൻഡ്. ബി കൈൻഡ് അല്ലെ? കുറച്ച് ദയ ഉണ്ടാവൂ, ദയ കാണിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ബി കൈൻഡ് അല്ലെ? കൈൻഡ് ആയിരിക്കുക. അപ്പോ ബി എന്ന് പറയുന്നത് എന്തിനെയാണ്, എന്തുദ്ദേശം? ആകുക, ആയിരിക്കുക എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബി എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ ബി എന്ന് പറയുന്നത് ഒരു ഇറഗുലർ വെർബാണ് കേട്ടോ. ഒരു ഇറഗുലർ വെർബാണ്, പ്രൈമറി ആണ്, പ്രൈമറി ഓക്സിലറി വെർബാണിത്, ഇറഗുലർ വെർബും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇറഗുലർ വെർബ് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് അതിന്റെ പ്രസന്റ് ടെൻസ്, അതായത് V1 V2, അതായത് പാസ്റ്റ് V3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പ്രസന്റ് ഫോംസും
പാസ്റ്റ് ഫോംസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ഒക്കെ എന്തായിരിക്കുള്ളൂ? ഡിഫറെന്റ് ഫോംസ് ആയിരിക്കുള്ളൂ അല്ലെ? ഡിഫറെന്റ് ഫോംസ് ആയതുകൊണ്ടാണ് സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ബി ഇസ് ഇറഗുലർ വെർബ് അല്ലെ? ഇറഗുലർ വെർബ് ആയത് അതുകൊണ്ടാണ്. അപ്പോ ബി എന്ന് പറയുന്ന പ്രസന്റിൽ ബി അല്ലെ? ബി എന്ന് പറയുന്ന ആ ഇത് അതായത് പ്രൈമറി ഓക്സിലറി വെർബാണ്. ആര്? ബീന് എന്താ പറയേണ്ടത് ചിഞ്ചു? ബി എന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്? പ്രൈമറി ഓക്സിലറി വെർബ്. പ്രൈമറി ഓക്സിലറി വെർബ്. പ്രൈമറി ഓക്സിലറി വെർബാണ് ബി എന്ന് പറയുന്നത്. ഈ ബിയുടെ പ്രസന്റ് ഫോം ആണ് ഈസ്, ആറ്, ആം. ഈസും ആറും ആമും. ഇനി പാസ്റ്റ് ഫോംസ് എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? വാസ് ഓർ വേർ. ഈ വാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിംഗുലറും വേർ എന്ന് പറയുന്നത് പ്ലൂരലും വരുമാണ്. ഇപ്പൊ ആറിന്റെ എന്താണ്? ആറ് എന്തായിത്തീരുന്നു? വേർ ആയിത്തീരുന്നു. ഓക്കെ. ഈസും ആമും എന്തായിത്തീരുന്നു? വാസായി മാറും പാസ്റ്റിലേക്ക് വരുമ്പോ. ഇതിന്റെ മറ്റൊരു ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം B3 എന്ന് പറയുന്നത്. ചേഞ്ച് ആസ് ബീൻ. എന്താണ് ഇതിന്റെ ഫോം? ബിയുടെ B3 ഫോം ഏതാണ് സുരഭി? സുരഭി? Yes, ma'am. What is the B3 form? Please, ma'am. One more, please. കേൾക്കാൻ പറ്റും. എക്കോ. സുരഭി? Yes, ma'am. മ്യൂട്ട് ചെയ്തോളൂ. എക്കോ വരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. ആര്യ കൃഷ്ണൻ? ആര്യ കൃഷ്ണൻ? ആര്യ? Yes, ma'am. Arya, what is the B3 form of B? മാം ഞാനിപ്പോ ജോയിൻ ചെയ്തതേ ഉള്ളൂ അല്ലെ? ബിയുടെ B3 ഫോം ആണ് എന്തെന്ന് പറയും? ബീൻ. എന്തെന്നാണ് മോനെ? പറയൂ ആര്യ. ബിനോയ്. ആര്യ പറയട്ടെ കേട്ടോ. ആര്യ? യെസ് മാം. പറഞ്ഞോളൂ. ബിയുടെ ഫോംസ് ഏതൊക്കെയാണ്? പ്രസന്റ് ഫോംസ് ഏതാണ്? വായിക്കൂ. സ്ലൈറ്റ് കാണുന്നുണ്ടോ ആര്യ? യെസ് മാം. Can you read it? ബിയുടെ പ്രസന്റ് ഫോം ആണ് കേട്ടോ. ഏതൊക്കെയാണ് ബിയുടെ പ്രസന്റ് ഫോം? ആറ്, ആം. പാസ്റ്റ് ഫോം ഏതാ മോനെ? വാസും വേർ. B3 ഏതാ? ബീൻ. ഓക്കെ കേട്ടോ. ഇത്രയും പഠിപ്പിച്ചു കേട്ടോ ഇപ്പൊ. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ് അത് എന്താണ് നമ്മൾ ഉപയോഗിക്കുക. ഓരോ ഫോംസും നമ്മൾ ഉപയോഗിച്ചു വരുന്നത് കേട്ടോ. ഞാൻ ഇതൊക്കെ എടുത്തോ. ഗോസ്, സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞെടുത്തോ. വൈയിൽ അവസാനിക്കുന്നതിന്റെ കൂടെ IES ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടോ? അത് എടുത്തിട്ടുണ്ട് അല്ലെ? ഹാവ് വെച്ചെടുത്തില്ലേ? ഹാവ് വെച്ചെടുത്തോ? അപ്പൊ എല്ലാവരും മിടുക്കികളാണപ്പോ. എല്ലാം കഴിഞ്ഞ് പഠിച്ചൊക്കെ ഇരിക്കുകയാണ് അല്ലേ? അപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്ക. സാറ ആൻഡ് ഹെർ സിസ്റ്റർ ഡാഷ് മൈ സ്റ്റുഡൻസ്. ഇതില് നിങ്ങൾ ഈസ് ചേർക്കോ ആറ് ചേർക്കോ? ഏതായിരിക്കും നിങ്ങൾ ചേർക്കുക? എന്താ ചേർക്ക? എല്ലാവരും മെസ്സേജ് ചെയ്യൂ നിങ്ങൾ ചേർക്കുന്ന എന്താണെന്ന്. അതിന്റെ മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് ചെയ്തോളൂ. സിന്ധു സണ്ണി. ഓക്കെ. ഫർസാന. Sara and her sister dash my students. Option is and or are.
യെസ്, എല്ലാവരും കറക്റ്റാ പറഞ്ഞത് കേട്ടോ. എല്ലാവരും കൺഗ്രാറ്റുലേഷൻസ് ഓൾ മൈ സ്റ്റുഡൻസ്. താങ്ക് യു മാം. അല്ലേ? അതെന്താ 6 വരാനുള്ള പ്രധാന കാരണം എന്താ? സാറയും അവളുടെ സിസ്റ്ററും. അപ്പൊ ഇവിടെ ഓൾറെഡി ആരൊക്കെ ഉണ്ട്? സാറയും ഉണ്ട്, സാറയുടെ സിസ്റ്ററും ഉണ്ട് അല്ലേ? അപ്പൊ അവര് രണ്ടുപേരല്ലേ അല്ലേ? അതുകൊണ്ടാണ് എന്ത് വന്നത്? 6 അവിടെ നമ്മൾ ഉപയോഗിച്ചത്. നിങ്ങൾ ഇവിടെ ആർ ഉപയോഗിക്കോ, ഈസ് ഉപയോഗിക്കുക? ബിനോയ് 6 പറഞ്ഞിരിക്കുന്നു, അമർജ്യോതി 6 പറഞ്ഞു, ജോബി മോൾ 6, സിൻഡോസണ്ണി 6 പറഞ്ഞിരിക്കുന്നു, സ്റ്റെഫി, അഞ്ജിത, സഫീറ, സൂര്യ, ഗീതു, അസീല, ആര്യകൃഷ്ണൻ, സുഷമ്മ, ഫസ്ന, നിവ്യ, ഷിബു, നിവ്യ അല്ലെ? കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? The fruits in the basket are fresh അല്ലെ? എവിടെ എന്താണ്? പഴങ്ങൾ എന്നാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബാസ്കറ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചേർക്കാൻ പാടില്ല? ഈസ് എന്ന് ചേർക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി ബ്രെഡ് ആൻഡ് ബട്ടർ. Dash my favorite breakfast. ശ്രദ്ധിക്കണം കേട്ടോ. ബ്രെഡ് ആൻഡ് ബട്ടർ 6 ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. അമർജ്യോതി ഈസ് ബ്രെഡ് ആൻഡ് ബട്ടർ. ഞാൻ പറയാം കേട്ടോ. എല്ലാവരും അയച്ചോളൂ, ആൻസർ അയച്ചോളൂ. ഞാൻ കാണുന്നുണ്ട് കേട്ടോ, അയക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കാം. അൻഷിത, അൻഷിത. യെസ് മാം. അഞ്ജിത മോൻ എന്തുകൊണ്ടാണ് ഈ ഈസ് എന്ന് തെരഞ്ഞെടുത്തത്? ബ്രെഡും ബട്ടറും എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി പറയുന്നതാണ്. അതിന് പ്ലൂറൽ ഫോം ആയിട്ടല്ല നമ്മളത് മെയിൻലി യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ ഫോം ആയിട്ടാണ്? പ്ലൂറൽ ഫോം ആയിട്ടല്ല നമ്മളത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് നമ്മൾ കോമൺലി പറയുന്നതാണ്. കറക്റ്റ് അല്ലെ? അതായത് ഒറ്റ ഭക്ഷണമായിട്ടാണ് എന്ത് കരുതുന്നത്? ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒറ്റ ഭക്ഷണമാണ് അല്ലെ? അതുകൊണ്ടാണ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഒറ്റ ഭക്ഷണമായിട്ടാണ് അതിനെ കരുതുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഒറ്റ ഭക്ഷണമായതുകൊണ്ട് എന്ത് ചേർക്കണം? ഈസ് ചേർക്കണം. ഓക്കേണോ? ഇനി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ബ്രെഡ് ആൻഡ് ബട്ടർ not are not ഇപ്പൊ നിങ്ങൾ എന്താ ചേർക്ക? സഫീറ ഹക്കീൽ പറഞ്ഞു 6 എന്ന് പറയുന്നു, അമർജ്യോതി 6 എന്ന് പറയുന്നു, ജോബി മോൾ 6 എന്ന് പറയുന്നു, നിവ്യ ബാബു 6 എന്ന് പറയുന്നു, ബിനോയ് 6, സൂസമ്മ ഈസ്, സൂസമ്മ പറഞ്ഞുതരാം അവസാനം. ആര്യ കൃഷ്ണൻ ഈസ് പറഞ്ഞു, ചിഞ്ചു 6 പറഞ്ഞു, സിൻഡോ സണ്ണി, ആര്യ കൃഷ്ണൻ ഈസ്, സിൻഡോ സണ്ണി, ഫസീല AK, അൻഷിത 6. നേരത്തെ നമ്മൾ യൂസ് ചെയ്തപ്പോ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഒറ്റ ഭക്ഷണമായിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്തത് അല്ലെ? എന്നാൽ അൻഷിത സുരഭി ഓക്കെ അല്ലെ?
ഇവിടെ ശ്രദ്ധിക്കാം സൂസമ്മ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഈ ഇവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞപ്പോഴ് ഈ ബ്രെഡും ബട്ടറും രണ്ടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കടയില് ബ്രെഡും ഇല്ല ബട്ടറും ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ബ്രെഡും അവൈലബിൾ അല്ല, ബട്ടറും അവൈലബിൾ അല്ല, രണ്ടും രണ്ടായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കൊണ്ട് അപ്പോ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എന്താണ് യൂസ് ചെയ്യേണ്ടത്? ആർ എന്ന് എഴുതിയവരെല്ലാവർക്കും എന്താണ് ഞാൻ ഒരു നല്ലൊരു കയ്യടി എല്ലാവരും കൊടുക്കുക. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് ഇവിടെ നിങ്ങൾ ഈസി ചേർക്കോ ആറ് ചേർക്കോ? ഷുഗർ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? അമർജ്യോതി ഈസാണ്. അല്ലേ? കുറെ പഞ്ചസാര എന്താണ് നിലത്ത് തൂവിപ്പോയി അല്ലേ? പഞ്ചസാര എന്നേ ഉപയോഗിക്കുള്ളൂ, അൺകൗണ്ടബിൾ ആണ്. അപ്പോ എന്ത് ഉപയോഗിക്കണം? പഞ്ചസാരകൾ എന്ന് ഉപയോഗിച്ചിട്ടില്ല അല്ലെ? പഞ്ചസാര എന്നാണ് ഉപയോഗിച്ചത്. അപ്പോ എന്താ യൂസ് ചെയ്യേണ്ടത്? റഷിദ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. സഫീറ ഹക്കീല് ശ്രദ്ധിക്കണം. സഫീറ, അഞ്ജിത ശ്രദ്ധിക്കണേ കേട്ടോ. അപ്പൊ പഞ്ചസാര എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ അൺകൗണ്ടബിൾ ആണല്ലേ? ആ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർത്തിരിക്കണം? നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റോ? ഷുഗർ എടുക്കാൻ പറ്റോ? ഇല്ല അല്ലേ? അൺകൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർത്തിരിക്കണം? ഈസ് കേട്ടോ. അപ്പോ സം ഓഫ് ദ ഷുഗർ ഈസ് ഓൺ ദ ഫ്ലോർ അല്ലേ? സാൾട്ട് ആണെങ്കിലോ, സം ഓഫ് ദ സാൾട്ട് എന്നാണെങ്കിലോ അവിടെ അപ്പോഴേ എന്ത് ചേർക്കണം? ഈസ് തന്നെ ചേർക്കണം അല്ലേ? ഇനി കുറെ പിന്നാണ് പോയതെങ്കിലോ, സം ഓഫ് ദ പിൻസ് ഡാഷ് ഓൺ ദ ഫ്ലോർ ആണെങ്കിലോ, സം ഓഫ് ദ പിൻസ് അല്ലേ? അപ്പോ നമുക്ക് 6 ചേർക്കാം. ഓക്കെ, അത്രയൊക്കെയാണ് അതില് ഉള്ളത് കേട്ടോ. ഇനി എല്ലാവരും ഒന്ന് എഴുതിയേ. അവിടെ എന്താണ്? മരത്തിലൊരു പക്ഷി ഇരിപ്പുണ്ട്. മരത്തിലൊരു പക്ഷിയുണ്ട്, പക്ഷി ഇരിപ്പുണ്ട്. അവിടെ ചേർക്കണോ? അതെ, മരത്തിലൊരു പക്ഷിയുണ്ട്, അത്ര മതി അല്ലെ? ഇരിക്കുകയാണെന്നുള്ളതിന്റെ ഇതില് മരത്തിലൊരു പക്ഷി ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇരിപ്പുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എല്ലാവരും ഒന്ന് എഴുതി മെസ്സേജ് ചെയ്യൂ. The bird is sitting on the tree. അവിടെ എന്ന് പറഞ്ഞു അല്ലെ? അവിടെ ഒരു പക്ഷി ഇരിപ്പുണ്ട് അല്ലെ? മരത്തിലൊരു പക്ഷിയാണ്. There is a bird on the tree. Susama George, correct. There is a bird sitting on the tree, correct. സിറ്റിംഗ് എന്ന് കൊടുത്തില്ലെങ്കിലും സഫീറ കുഴപ്പമില്ല കേട്ടോ. മരത്തിലൊരു പക്ഷിയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പക്ഷിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് there is a bird on the tree. ഇരിക്കുന്നു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. There is a bird sitting on the tree. Okay. There is a bird on the tree. Okay. Sindhu Sunny, okay. Meghna KM, okay. Anjida Israj, okay. Aslamal, okay. Okay.
ഓക്കെ 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 ആണ് അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഇനി ഇത് എന്താണ് കോൺവെർസേഷന്? ഗീതു, ഫസീല, ഓക്കെ. ഇനി യൂസസ് ഓഫ് വെർബിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ? ഇപ്പോ പോകുന്നു എന്ന് പറയുന്നു അല്ലെ? പോകുന്നു എന്ന് പറയുന്നു അല്ലെ? അപ്പോ ജസ്റ്റ് ഹാപ്പനിങ് ദാറ്റ് അല്ലെ? ഇപ്പൊ സംഭവിക്കുന്നുള്ളൂ ആ സംഭവം. പോകുന്നു, വരുന്നു, ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നതാണെങ്കിൽ എന്താ വരിക? പറയണേ. ഞാൻ I am going. ഞാൻ സ്കൂളിൽ പോകുന്നു. ഇപ്പൊ സംഭവിച്ചിട്ടുള്ളൂ അല്ലെ? ഞാൻ സ്കൂളിൽ പോകുന്നു. യെസ് യെസ്, എല്ലാവരും മെസ്സേജ് അയക്കുന്നു. I am going to school. ഐ ഗോ. എവിടെയാണ്? ഐ ഗോ ടു സ്കൂൾ അല്ലെ? ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയാനായിട്ട് എന്ത് ഉപയോഗിച്ചാൽ മതി? അതിന്റെ വെർബ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഐ ഗോ ടു സ്കൂൾ. ഐ ആം ഗോയിങ് എന്ന് പറയുമ്പോ പറഞ്ഞു തരാം കേട്ടോ എപ്പോഴാണെന്ന്. ബേസ് ഫ്രം എന്ന് വെച്ചാല് സുഷമ, ബേസ് ഫോം. ഓക്കെ, ഐ ഗോ ടു സ്കൂൾ അല്ലെ? അതായത് അതിന്റെ V1 മാത്രം നമ്മൾ അവിടെ ചേർത്താ മതി. ഗോ എന്നത് പോകുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. എങ്ങനെ പറയും? ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങുക എന്നുള്ളതിനെ എന്താ? അല്ല, ഇറങ്ങുക എന്നുള്ളതിന് എന്താണ്? ഗെറ്റ് ഓഫ് കേട്ടോ. എന്താണ്? ഏതാ വേർഡാണത്? ഗെറ്റ് ഓഫ് കേട്ടോ. അപ്പോ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറയുന്നത് എന്താണ്? ഐ ഗെറ്റ് ഓഫ് ഫ്രം ദ ബസ് കേട്ടോ. ഐ ഗെറ്റ് ഓഫ് ഫ്രം ദ ബസ് അല്ലെ? ഞാൻ ബസ്സിൽ കയറുന്നു എന്നാണെങ്കിലോ? ഓക്കെ അമർജ്യോതി, ഞാൻ ബസ്സിൽ കയറുന്നു എന്തായിരിക്കും ബിനോയ് വരുന്നത്? ഓക്കെ ബിനോയ്. ഞാൻ ബസ്സിൽ കയറുന്നു എന്നെങ്ങനെ പറയും? I am get on the bus. Get on. Get off. Get on. I am get on the bus അല്ലെ? ഞാൻ ബസ്സിൽ കയറുന്നു. I am get on the bus. I get on കേട്ടോ. ഞാൻ I am പഠിപ്പിച്ചിട്ടില്ല. I get on the bus കേട്ടോ. I am get on the bus അല്ലെ? ഞാൻ ബസ്സിലേക്ക് കയറുന്നു. ഇറങ്ങുക ഒരാൾ ചോദിച്ചു എവിടെയാണ് അല്ലെ? ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടു, ഒരു ഫോറിനറിനെ കണ്ടു അല്ലെ? അപ്പൊ നിങ്ങൾ പറയല്ലേ, നിങ്ങൾ ആ വഴി സ്ട്രെയിറ്റ് പോയാ മതി, എന്നിട്ട് അവിടെ ബസ് ഇറങ്ങുക എന്ന് പറഞ്ഞല്ലേ? ഇറങ്ങുക എന്ന് പറഞ്ഞു അല്ലെ? അവിടെ ബസ് ഇറങ്ങുക എന്ന് പറയാനായിട്ട് ഏത് വേർഡ് ഉപയോഗിക്കാം? ഗെറ്റ് ഓഫ് എന്ന വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഗെറ്റ് ഓൺ എന്താണ്? നിങ്ങൾ ബസ്സിൽ കയറുക എന്ന് പറയാം അല്ലെ? അല്ലെ? നിങ്ങൾ ഈ ബസ്സിൽ എന്താണ് ബസ്സിലോട്ട് കയറിക്കോ, എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെ നമ്മള് ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കൂലേ? ഇല്ലേ? കൊടുക്കുമ്പോ നമുക്ക് അങ്ങനെ പറയാം അല്ലെ? യു ഗെറ്റ് ഓൺ ദ ബസ് അല്ലെ? ഈ ബസ്സിൽ കയറിക്കോ, യു ഗെറ്റ് ഓൺ ദ ബസ് അല്ലെ? എന്നിട്ട് അവിടെ പോയി ഇറങ്ങൂ എന്നൊക്കെ പറയാം അല്ലെ? എന്നിട്ട് അവിടെ പോയി ഇറങ്ങുക എന്നൊക്കെ നമുക്ക് എന്ത് പറയാൻ? യു ഗെറ്റ് ഓഫ് ദാറ്റ് എന്ത് സ്റ്റോപ്പ് അല്ലെ? നിങ്ങൾക്ക് ആ ബസ് എന്താണ് ആ സ്റ്റോപ്പില് എന്നിട്ട് നിങ്ങൾ ഇറങ്ങുക എന്ന് പറയാം അല്ലെ? പറയാൻ പറ്റില്ലേ ബിനോയ്? പറ്റും അല്ലെ? ഇനി ഞാൻ പറഞ്ഞു അല്ലെ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലേ? ഞാൻ സ്കൂളിൽ പോകുന്നു, ഞാൻ പഠിക്കുന്നു എന്നാണെങ്കിൽ ആര്യാകൃഷ്ണൻ എങ്ങനെ പറയാം? I study.
ഐ സ്റ്റഡി അല്ലേ? നിങ്ങളവിടെ എന്താണ് ഒരു എന്താണ് നിങ്ങളുടെ ഒരു പ്രസംഗം അല്ലേ? നിങ്ങളുടെ എന്താണ് പള്ളിയിലാണെങ്കിലും ഒരു അച്ഛൻ പ്രസംഗിക്കുകയാണ്. സൂസമ്മ അച്ഛൻ പറയാണ് ഞാൻ പ്രസംഗം നിർത്തുന്നു അല്ലെ, തൽക്കാലം ഞാൻ ഇവിടെ പ്രസംഗം നിർത്തുന്നു എന്ന് അച്ഛൻ എങ്ങനെ പറയുന്നു സൂസമ്മേ? I stopped the speech. I stopped the speech അല്ലെ? Now I stopped the conversation. എന്താണ് കോൺവെർസേഷൻ പറ്റില്ലല്ലോ ബിനോയ്. കോൺവെർസേഷൻ എന്ന് പറയുമ്പോഴ് എങ്ങനെയാണ്? എന്താണ് ഷിൽജ മ്യൂട്ട് ചെയ്യൂ ഷിൽജ അല്ലെ? കോൺവെർസേഷൻ എന്ന് പറയുമ്പോ രണ്ടു പേരുള്ള സംഭാഷണമാണ് നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് മെയിൻ ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണം. പ്രസംഗം നിർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കുള്ളൂ? സ്പീച്ച് കേട്ടോ. Now I stop my speech അല്ലെ? അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ വെച്ച് എന്റെ പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുന്നു അല്ലെ, ഞാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാം? ജോബിമോൾ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഇംഗ്ലീഷ് ആണോ? അതാണ് ഞാൻ ചോദിച്ചത്. ഓരോരുത്തര് പോകുന്നുണ്ട്, എഴുതി പോകുന്നുണ്ട്. വിഷ് അല്ലെ? ഏറ്റവും നല്ല ഇംഗ്ലീഷ് ഏതാന്നറിയോ ആഗ്രഹത്തിന്? ഐ ഡിസയർ. എന്താണ്? I desire to stop my speech അല്ലെ? ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ പ്രസംഗം നിർത്തുന്നു. ഞാനിവിടെ I stop my അല്ലെ, ഞാൻ എന്റെ പ്രസംഗം നിർത്താൻ ആഗ്രഹിക്കുന്നു അല്ലെ? I desire to stop my speech അല്ലെ, എന്റെ സ്പീച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോ ടു എന്നതിന് അപ്പോ വിഷിന് പകരം നമുക്ക് ചേർക്കാൻ പറ്റിയ മറ്റൊരു വേർഡ് ഏതാ? ഡിസയർ അല്ലെ? ഒരു മാരുതി ഡിസയറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഡിസയർ മാരുതിയുടെ കമ്പനി കേട്ടിട്ടില്ലേ? ഇല്ലേ? മാരുതി ഡിസയറിനെ കുറിച്ച് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലെ? ഡിസയർ. ആരാണ് മാരുതിയുടെ ഇതാരാണ്? ഹെഡ് ഓഫ് മാനേജർ അല്ലെ? ആരാ? ബിനോയ്ക്ക് അറിയോ? ആർക്കാ? സ്റ്റെഫി ടോണിക്ക് അറിയോ? ആരാണ് മാരുതി കമ്പനി? ആരുടെയാണ് മാരുതി കമ്പനി? ആയിരിക്കില്ലേ മാരുതി കമ്പനി? ഇന്ത്യയുടെ അറിയാം അല്ലേ? ഇന്ത്യക്കാരുടെ അറിഞ്ഞൂടെ മാരുതി? മാരുതി 800. മാരുതി 800 ഒക്കെ കേട്ടിട്ടില്ലേ? മാരുതിയുടെ പുതിയതാണ് ഡിസയർ ഒക്കെ വരുന്നത് മാരുതിയിലാ അല്ലെ? ഇതാണ് സ്വിഫ്റ്റ് അല്ലെ? ഇതൊക്കെ വരുന്ന ആരുടെ കമ്പനിയാ? ഇന്ത്യനാണ്, ഇന്ത്യക്കാരനാണ് അല്ലെ? ഇന്നത്തെ ആൾക്കറിയാൻ പാടുള്ളത് ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് ബിനോയ്? രേവതിക്കറിയോ? രേവതിക്കറിയോ? രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നമ്മുടെ എന്താണ് ജവഹർലാൽ നെഹ്റു ഒക്കെയാണ് കേട്ടോ. ഇപ്പോ അതിന്റെ CEO ആയിട്ട് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. അവരുടെയാണ് ആ കമ്പനി കേട്ടോ. ഗാന്ധി അവരുടെയാണ് മാരുതി കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അവര് തമ്മിലുള്ള കൊളാബറേഷൻ ആണ്. ടൊയോട്ട കമ്പനിയായിട്ട് അവർക്ക് ഒരു കൊളാബറേഷൻ ഉണ്ട്. അങ്ങനെയാണ് മാരുതി സുസുക്കി ഒക്കെ വരുന്നത് കേട്ടോ. മിസ്റ്റുബിഷി കമ്പനീസ് ഓർക്കുന്നുണ്ടോ? മിസ്റ്റുബിഷിനെ കുറിച്ചൊക്കെ പിന്നെ ഈ ലോകങ്ങളൊക്കെ കുറച്ച് അറിയണം കേട്ടോ. നിങ്ങൾ PSC എക്സാം ഒക്കെ എഴുതാൻ പോണ ആൾക്കാരല്ലേ. മിസ്റ്റുബിഷി കമ്പനീസിനെ കുറിച്ചൊക്കെ നന്നായിട്ടൊക്കെ അറിയണേ. മിസ്റ്റുബിഷി മീൻസ് 3 രത്നങ്ങൾ എന്നാണ് അർത്ഥം. മിസ്റ്റുബിഷി. ഹലോ മാം. പറഞ്ഞോളൂ മോനെ.
ഈ ING ഫോം അന്നേരം എപ്പോഴാ ഉപയോഗിക്കുന്നത്? ഈ വരാം പോകുന്നു വരാം ചെയ്യുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നേ ഉള്ളൂ. ആ വഴിക്ക് പോകും ഞാൻ കേട്ടോ. ഓക്കെ മാം. സഫീറ, ഞാൻ ആ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ എത്തും കുറച്ച് കഴിയുമ്പോ കേട്ടോ. ഇനി ഞാൻ സ്കൂളിൽ പോകുന്നു പറഞ്ഞു അല്ലെ, ഐ ഗോ ടു സ്കൂൾ അല്ലെ. ഞാൻ പറയണേ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. അമ്മേ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ പറയും കുട്ടി? ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ. ഐ ആം നോട്ട് അല്ല, I do not go to school. yes ഫസീല, യു ആർ കറക്റ്റ് അല്ലേ. ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ അല്ലേ, അല്ലെങ്കിൽ ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞു അല്ലേ. അത് കേട്ട പാടന്നെയാ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിന് എന്ത് ചെയ്യും എന്ന് പറയും. നിങ്ങളുടെ മോൻ പറയണെങ്കിൽ ഞാൻ സ്കൂളിൽ പോണില്ല, ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞല്ല എന്താ ചെയ്യാ ഫസീല? You should go. പറയോ ഫസീല, പറയോ ശരി മോനെ, മോൻ അവിടെ ഇരുന്നോളൂ എന്ന് പറയോ ഫസീല? ഫസീല അടുക്കളയിൽ പോയി ചൂടെടുത്തിട്ട് വരും അല്ലെ, അല്ലെ ഫസീല? അടുക്കളയിൽ പോയി എന്ത് ചെയ്യും? ചൂടെടുത്തിട്ട് വരും അല്ലെ, അങ്ങനെയാണോ ഫസീല? ഇല്ല, അതൊന്നും ചെയ്യൂല, പറയും പോകാൻ പറയും. പോയില്ലെങ്കിലോ? ഫസീല പറഞ്ഞിട്ട് കേട്ടില്ല. നമ്മള് നിർബന്ധിക്കും, ബാക്കിയൊക്കെ അവരുടെ അടുത്തല്ലേ മിസ്സേ. ശരി, നമ്മള് നിർബന്ധിക്കും അല്ലെ. ഒരു പാരന്റ് ആണ് കേട്ടോ. നിർബന്ധിക്കുക മാത്രമല്ല നമ്മുടെ കടമ കൂടിയാണ് ആ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത്. അപ്പൊ ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. ടീച്ചർ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. എന്താണ്? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. എടുത്തതായിരുന്നു. ഒന്നുകൂടി പറഞ്ഞതിൽ കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പൊ ഒന്നുകൂടി കിട്ടിക്കോട്ടെ. ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ അല്ലെ, ഞാൻ സ്കൂളിൽ പോകുന്നില്ല അല്ലെ. ഇനി ഞാൻ പറയണേ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരാട്ടോ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാൻ സ്കൂളിൽ അല്ലേ. വിളിച്ചു നിങ്ങൾ. അതന്നെ, അപ്പോഴാണ് നമ്മുടെ ആര് വരുന്നത്? ഐ ആം ഗോയിങ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങളോട് ചോദിക്കണം, അമ്മേ നിങ്ങൾ ഫോൺ വിളിച്ചു, മോനെ നീ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ അമ്മേ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഞാൻ പോവുകയാണ് അങ്ങനെയൊക്കെ പറയില്ലേ, ഇല്ലേ? അപ്പൊ എന്ത് വരുന്നു? ഐയുടെ കൂടെ ആമും ഷീ ഹി എന്നൊക്കെയാണെങ്കിൽ അവരുടെ കൂടെ സിംഗുലർ ആയ ഫോമിന്റെ കൂടെ ഈസും, പിന്നെ പ്ലൂരലിന്റെ കൂടെ അല്ലെ ദേ യു എന്നൊക്കെ പറയുന്ന പ്ലൂരലിന്റെ കൂടെ ആറും ചേർത്ത് പ്ലസ് വെർബ് പ്ലസ് ING, വെർബും പ്ലസ് ING ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? പ്രസന്റ് കണ്ടിന്യൂസ് ഫോമായി അല്ലെ. അതായത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ പ്രവൃത്തി കഴിഞ്ഞിട്ടില്ല, പക്ഷെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? തുടർന്നു കൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ എന്ത് പറയും? ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ, പോവുകയാണെന്ന് എങ്ങനെ പറയും? അപ്പൊ സിന്ധുസണ്ണി പറഞ്ഞോ. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഇനി ഞാൻ പോയി എന്നെങ്ങനെ പറയും? ഐ വെന്റ് ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോയി. ഐ വെന്റ് ടു സ്കൂൾ. ഇനി ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയും? അല്ലെ. അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്നെങ്ങനെ പറയും? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശേഷം പോയിട്ടുണ്ടെന്ന് പഠിക്കാം. ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ. ഐ ആം not going to school. No, that is not അല്ലെ, that is incorrect. ഓക്കെ അല്ലെ. ഞാൻ പോയിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ ഇന്ന് സ്കൂളിൽ, നീ ഇന്ന് സ്കൂളിൽ പോയോ? ഇല്ല, ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. എങ്ങനെ പറയാ? നമ്മള് ഡു പഠിച്ചു അല്ലെ. സുസ്മിത അവിടെ ഡിഡ് നോട്ട് അല്ലെ. അപ്പൊ എന്ത് ഉപയോഗിക്കണം?
ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചേർക്കുക? ഡു നോട്ട് ചേർക്കുക. ഇനി പോയില്ല എന്നാണെങ്കിൽ എന്ത് ചേർക്കണം? ഡിഡിന്റ്. എന്താണ്? അല്ലെങ്കിൽ ഡിഡ് നോട്ട് എന്ന് ചേർക്കുക കേട്ടോ. ഡിഡിന്റ് ആണ് സ്പോക്കൺ ഇംഗ്ലീഷില് കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ എന്ത് ചേർക്കണം? ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്ന് എങ്ങനെ പറയും ചിഞ്ചു? ചിഞ്ചുവേ പറഞ്ഞു മോനെ. I did not go to school. I did not go to school. Okay. അപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല അല്ലേ? പിന്നെ പറയണേ ഞാൻ എന്നേ വന്ന വഴി ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. അല്ലേ? ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ അവനെ കണ്ടത് എന്നെങ്ങനെയായിരിക്കും സുസ്മിത സിജു പറയുക? അപ്പോഴാണ് സുസ്മിത സിജുവേ ഒന്നും കൂടി പറയാം. കണ്ടു എന്നുള്ളതിന് എന്ത് പറയാൻ പറ്റും? ഇത് ക്ലിയർ ആയില്ല. ഞാൻ അവനെ കണ്ടു. അതെങ്ങനെ അല്ലേ? അത് കറക്റ്റ് ആണോ മാലിക് ദിനാർ? ഇനി ആരും മെസ്സേജ് അയക്കരുത് കേട്ടോ. മെസ്സേജ് അയക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാനുള്ളതാണ്? കോൺവെർസേഷൻ നടത്താനുള്ളതാണ്. എല്ലാവരും സ്റ്റോപ്പ് ചെയ്യാം. മെസ്സേജ് സ്റ്റോപ്പ് ചെയ്തോളണം കേട്ടോ. അപ്പോ ഞാൻ പോയിട്ടുണ്ടായി അല്ലേ? ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവനെ കണ്ടത് അല്ലെ? പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആയിരുന്നു എന്നുള്ളതിന് നമ്മൾ ഏതാണ്? ഈസ് എന്ന് വെച്ചാൽ ആകുന്നു, ആണ് അല്ലേ? അപ്പൊ അതിന്റെ പാസ്റ്റ് എന്താ വരുന്നത്? ഇത് ആണെന്നും ആകുന്നു എന്നും പറയുന്നു അല്ലെ? ആണ്, അവനാകുന്നു, ആണ് അല്ലെ? അപ്പോ എന്താണ്? ആയിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഏത് വേർഡാ ഉപയോഗിക്കുന്നത്? വാസ് അല്ലെ? വാസ് അല്ലെ? അപ്പൊ എന്തെഴുതാ? ഞാൻ സ്കൂളിൽ പോകുകയായിരുന്നു അല്ലെ? അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെന്നാണ്? ആയിരുന്നു എന്നുണ്ടെങ്കില് വാസ് അല്ലെ? ഐ വാസ്. പിന്നെ വെർബ് എന്താ ഇവിടെ? എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത് ഇവിടെ? ജോബി മോളെ എന്താണ് ഇവിടെ ചെയ്യണത്? ഈ ഞാൻ പോകുന്നു അല്ലേ? അപ്പൊ ഗോ പ്ലസ് ING, ഗോയിങ്. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ അല്ലെ? ഞാൻ സ്കൂളിൽ പോകുകയായിരുന്നു. ദെൻ അപ്പോ ഐ സോ ഹിം അല്ലെ? അപ്പോൾ ഞാൻ അവനെ കണ്ടു അല്ലേ? അപ്പോൾ ഞാൻ അവനെ കണ്ടു. ഓക്കെ ആണോ? ആണോ? ഇങ്ങനെ എഴുതാൻ പാടില്ല. വെൻ ഐ വാസ് ഗോയിങ് ടു സ്കൂൾ ഐ സോ ഹിം. എന്താണ്? വെൻ ഐ വാസ് ഗോയിങ് ടു സ്കൂൾ ഐ സോ ഹിം എഴുതാം. കറക്റ്റ് ആണ്. when I was going to അല്ലെ? when I was going to school I saw. ഞാൻ എഴുതിയത് when I was going to school I met him. ഓക്കെ. അവനെ കണ്ടുമുട്ടി. കണ്ടു എന്ന് പറയുന്നത്, കണ്ടുമുട്ടി എന്ന് പറയുന്നതാണ് ആ രണ്ട് വേർഡിന്റെയും അർത്ഥം. സോ കണ്ടു, മെറ്റ് കണ്ടുമുട്ടി കേട്ടോ. ഇനി രണ്ടുപേരൊന്ന് എന്താണ് ഒന്ന് ഓഡിയോയിൽ വന്നാലും മതി. വീഡിയോ ഓൺ ചെയ്യാനായിട്ട് പറ്റുന്നവരൊന്ന് ഓൺ ചെയ്ത് രണ്ടുപേര് വരൂ. എവിടെ? രണ്ടാൾക്കാർ വരുമ്പോ സഹീറ, മേഘ്ന, എന്താ ആരും വരാത്ത? എന്താ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഖദീജ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? പ്രശ്നമില്ല മാം. ഓക്കെ മാം. ഓക്കെ, കാരി ഓൺ. ഖദീജ ഖദീജ വീഡിയോ ഓൺ ചെയ്തു കണ്ടോ?
വെരി ഗുഡ് ഖദീജ. ഇനി നിത്യ അയ്യപ്പൻ, കനിയോ? നിത്യ അയ്യപ്പൻ യെസ് ടീച്ചർ. പറ്റോ? ഓക്കെ ടീച്ചർ. യെസ്, തുടങ്ങിക്കോളൂ. കണ്ടോ, ധൈര്യവതികളാണ്. കണ്ടോ അല്ലേ? ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വേർഡ്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ട് കോൺവെർസേഷൻ ചെയ്യാം കേട്ടോ. ചോദിച്ചോളൂ. മാം, ഞാൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞ ക്ലാസ് കാണാൻ തുടങ്ങി. എന്നാലിപ്പൊ കേട്ടില്ലേ? എന്നാലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തെറ്റിയാലൊന്നും പ്രശ്നമൊന്നുമില്ലാന്നേ, നമുക്ക് തിരുത്തിക്കൂടെ? മാം ചോദിച്ച പോലെ മലയാളത്തിൽ ചോദിച്ച് എന്റെ മലയാളത്തിൽ ചോദിച്ചിട്ട് നിത്യത ഇംഗ്ലീഷിലാക്കി തരും. എന്നിട്ട് പിന്നെ നിത്യ ഖദീജയോട് ചോദിക്കട്ടെ. അപ്പോഴല്ലേ തെറ്റുണ്ടെങ്കിലൊക്കെ തിരുത്തി പഠിക്കാലോ. നിത്യ തന്നെ തിരുത്തി തരും. ഓക്കെ? ചേച്ചിയുടെ വീടാണോ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യണേ? അതെ, പഴയ വീടാ. അത് ബിനോ ഇംഗ്ലീഷിൽ ചോദിക്കേ. ഖദീജയുടെ വീടാണോന്ന് ഇംഗ്ലീഷിൽ ചോദിക്കേ. ഇനി ബിനോയ് മിണ്ടൂല അല്ലേ ബിനോയ്? ഞാൻ ഉണ്ട് മേഡം. എന്താണ്? ചോദിക്കാം മേഡം. ബിനോയ് മ്യൂട്ട് ചെയ്തോളൂ. ഇനി ഇവരെ തമ്മിൽ സംഭാഷണം നടത്തട്ടെ. ഞാൻ ചോദിക്കട്ടെ മാം? ചോദിച്ചോളൂ. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കണ്ടില്ലെന്നോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഞാൻ അല്ലേ ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു എന്നാണോ പോയപ്പോഴാണോ? പോയപ്പോൾ ഡോക്ടറെ കണ്ടില്ല. നിത്യേ എന്തോ ഒന്ന് കഥയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോക്കെ. when I was പോയപ്പോൾ എന്നല്ലേ? എങ്ങനെ ഖദീജ പോയി എന്നാണ്? ഞാൻ എന്താണ് ഹോസ്പിറ്റലിൽ പോയി, അവിടെ ഡോക്ടർ ഉണ്ടായില്ലെന്നാണോ പറയേണ്ടത്? ഖദീജേ പോയോ? ഖദീജ സ്റ്റക്കായി നിൽക്കാണ് ഖദീജ. നെറ്റ് പ്രോബ്ലം ആയിരിക്കും. നെറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഫസീലേ ദേ വന്നു. സുരഭി വന്നു. സുരഭി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓടി Okay. When I went to the hospital, I did not see the doctor. ഹലോ ടീച്ചർ. എക്കോ. When I went to the hospital, I didn't see the doctor. Nivya Babu. Nivya. Yes, ma'am. കറക്റ്റ് ആണോ ദിവ്യ ഈ പറഞ്ഞത്? ഞാൻ ഒരു മിനിറ്റ് പുറത്തേക്ക് പോയേക്കായിരുന്നു, ഇവിടെ മഴ ചാറുമായിരുന്നു. ആഴയില് തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നോ? ആഴയില് തുണി അലക്കിയിട്ടേക്കുമായിരുന്നു. ആയിരുന്നു. അതൊന്ന് പറഞ്ഞേ. ഞാൻ കേട്ടില്ല. ഞാന് കുട്ടികളുടെ യൂണിഫോം ഒക്കെ ഉണക്കാനായിട്ട് ഇട്ടേക്കുമായിരുന്നു. അപ്പൊ മഴ ചാറിയപ്പോ പെട്ടെന്ന് എടുക്കാനായിട്ട് പോയതാ. അത് ശരി. ഓക്കെ. ദിവ്യ കേട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ കേട്ടോ. തൂത്തമ്മ ജോർജ് ഓടി അതിനിടക്ക് മഴ വന്നപ്പോ. എല്ലാ അമ്മമാരുടെയും സ്ഥിതി ഇങ്ങനെയാണ് ബിനോയ്. നിങ്ങൾ ആൺകുട്ടികൾക്ക് അവിടെ ഇരുന്നാ മതിയല്ലോ അല്ലേ?
ഉം. അല്ലേ ബിനോയ്? അതൊക്കെ വേണം വേറെ അങ്ങനെ പറഞ്ഞത് ഞാനും ജോലി ചെയ്യും. അല്ല, ഈ മഴ വരുമ്പോ തുണി എടുക്കാൻ പോകുന്ന സ്വഭാവമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. അത് പറഞ്ഞതാ. ഉണ്ടാ? എനിക്കുണ്ട് മേഡം. വെരി ഞാൻ ഗുഡ്. എന്റെ അമ്മയുടെ തുണി അനിയത്തിയുടെ തുണി ഞാനാണ് മഴ വേഗം പോയെടുക്കുക. അപ്പൊ അത് എന്റെ ശരി. തുണിയാ ഞാൻ തുണികൾ ഞാൻ സ്വന്തം കണ്ണിൽ തുണി എന്റെ തുണികൾ ഞാൻ സ്വന്തം കഴിയണം. ആഹാ, വെരി ഗുഡ്. അല്ലേ? നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. പിന്നെ അതിൽ അയൺ ചെയ്യണം, അയൺ ചെയ്ത് അലമാരയിൽ വെക്കണം. അങ്ങനത്തെ ഡ്യൂട്ടീസ് എനിക്കാണ്. അല്ലേ സൂസമ്മ ജോർജ്? സൂസമ്മ മിസ് ആ സൂസമ്മയെ വരണോ? എന്താ മിസ് കേട്ടില്ല. മ്യൂട്ട് ചെയ്തോ? എക്കോ എക്കോ. സാഹിറ 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 മേഘ ടീച്ചർ മേഘ, ഞാൻ അയയിൽ നിന്ന് തുണി എടുക്കുകയായിരുന്നു എങ്ങനെ പറയും? ഞാൻ തുണി എടുക്കുകയായിരുന്നു. ഇപ്പൊ കുറെ പേര് ചെയ്ത സംഭവമാണ് അല്ലേ? അവർ അവർ എന്ത് തുണി എടുക്കുകയായിരുന്നു. അവർ എന്നുള്ളതിന് എന്താ മേഘ? ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആയിരുന്നു. വാസ് ആയിരുന്നു. ഓക്കെ, ആയിരുന്നു അല്ലെ? അത് സിംഗുലറിന്റെ കൂടെയാണ് നമുക്ക് ചേർക്കാൻ പറ്റുക അല്ലെ? ആ ഈസിന്റെയും ആമിന്റെയും കൂടെ നമുക്ക് വാസ് ചേർക്കാം കേട്ടോ മേഘ. പക്ഷെ അവരായതുകൊണ്ട് അപ്പൊ എന്ത് ചേർക്കേണ്ടി വരും? വാസാണോ വേറാണോ ചേർക്കേണ്ടത്? തുണി എടുക്കുക. ടേക്കിംഗ് ആയില്ലല്ലോ, എടുക്കുക. ടേക്കിംഗ് ആയില്ലല്ലോ, ടേക്കിംഗ് അത് വേണ്ടല്ലോ. ടേക്കിംഗ് വരാ. ടേക്ക് ദ ക്ലോത്ത്സ് അല്ലെ? ING ചേർക്കണ്ടേ? ടേക്ക് എടുക്കുക. ടേക്കിംഗ് ക്ലോത്ത്സ് അല്ലെ? അവര് വസ്ത്രങ്ങൾ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോ മഴ പെയ്തപ്പോൾ എന്ന് പറയാം അല്ലേ? അത് ആദ്യം നമുക്ക് ചേർത്തൂടെ? ദിവ്യ ബാബു എങ്ങനെ പറയും? മഴ പെയ്തപ്പോൾ ഞാൻ തുണി എടുക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? Yes, ma'am. When raining, I was taking the cloth from. അതൊക്കെ എന്താ പറയാ? I was taking the cloth. The cloth. മതി എത്രയും. I was taking the clothes കേട്ടോ. Okay. Okay. ഇനി സഫീറ ഹക്കീൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാൻ തോന്നുന്നുണ്ടോ സഫീറ? സഫീറ, ആര്യ കൃഷ്ണൻ. എന്തെങ്കിലുമൊക്കെ ചോദിച്ചോളൂ ആര്യ കൃഷ്ണൻ. അഭിരാമി മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ മഴ പെയ്തപ്പോൾ അവർ തുണി എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? They were taking clothes when raining എന്നാണോ വരുന്നത്? when the rain മഴ പെയ്തപ്പോഴല്ലേ? when the rain was raining അല്ലേ? അല്ലെങ്കിൽ rain is raining എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മഴ പെയ്യുകയായിരുന്നു, അപ്പോൾ ഞാൻ തുണി എടുക്കാൻ പോയി. തുണി എടുക്കുകയായിരുന്നു. When the rain ഒന്നുകൂടി ആലോചിക്കട്ടെ. when the rain എന്താണ്? Then started raining. മഴ പെയ്തപ്പോൾ. When started raining. Okay.
ആരംഭിച്ചപ്പോൾ when it started raining. അത് കറക്റ്റ് ആണ് വസീല പറഞ്ഞത് കേട്ടോ ഐഡിയ. Okay, ma'am. when it started the raining എന്താണ് they were ഡ്രസ് എന്നോ എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ ആര്യ. ഇനി ആര്യക്ക് സിൻഡോ സണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സിൻഡോ സണ്ണി, സിൻഡോ സിൻഡോ ഞാൻ പഠിക്കുകയായിരുന്നു അല്ലെ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ വന്നു എന്നെങ്ങനെ എഴുതും? ആര്യ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ വന്നു എങ്ങനെ എഴുതും? ഞാൻ പറയട്ടെ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ വന്നു. When I was studying, he came. സിന്ധു സണ്ണി പറഞ്ഞോ? I was studying, then he come. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. രണ്ടുപേരും കറക്റ്റ്. ആര്യ കൃഷ്ണ അങ്ങനെയല്ലേ പറഞ്ഞത്? Yes, ma'am. Okay. When I was studying, He came while I was studying എന്ന് പറയൂ. He came while I was studying. ആ സമയത്ത് അവൻ വന്നു എന്ന് പറയാനായിട്ട് while I was studying എന്ന് ഉപയോഗിക്കുക. ഓക്കെ സുരഭി, തെറ്റില്ല. സുരഭി പറഞ്ഞതിൽ while I was studying എന്ന് പറഞ്ഞാല് എന്താണ്? while I was studying അല്ലെ? while ഉപയോഗിക്കുന്നത് ആ സമയം, ആ സമയത്ത് എന്നൊക്കെ പറയാനാണ് എന്തുപയോഗിക്കുന്നത്? while എന്നുള്ളത് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? ഞാൻ എന്താണ് പഠിച്ചു എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല. എങ്ങനെയാണ്? ഞാൻ പഠിച്ചു എന്നിട്ടും എനിക്ക് അത് കിട്ടുന്നില്ല. അതെങ്ങനെ പറയൂ റിൻസി? ഞാൻ പഠിച്ചു എന്നിട്ടും അത് എനിക്ക് കിട്ടുന്നില്ല. റിൻസിയെ രണ്ടുപേര് വരണോട്ടോ. അപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി സംസാരിക്കുമ്പോഴാണ് ക്ലാസ് കുറച്ചുകൂടി ബെറ്റർ ആവുള്ളൂ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ മറിഞ്ഞിരിക്കരുത് കേട്ടോ. ഓരോരുത്തരുണ്ട്. സുരഭി അനീഷൊക്കെ ഇവിടെ അല്ലെ? ആ സുന്ദരമായ മുഖം ഒന്ന് കാണാനായിട്ട് അല്ലെ? എത്രയോ കാലം ഞാൻ ഇരിക്കണത്. ഞാൻ പറയട്ടെ മാഡം. ബിനോയ്ക്ക് പറയണോ? ബിനോയ് പറഞ്ഞോളൂ. I studied but I didn't get it. ബട്ട് അല്ല കേട്ടോ. സുരഭിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ പറയാൻ? ഈ ഞാനിപ്പോ പറഞ്ഞത് ഞാൻ പഠിച്ചു പക്ഷെ എന്നിട്ടും എനിക്ക് കിട്ടണില്ല അല്ലെ? ഒരു പരാതിയാണ്, ഒരു കംപ്ലൈന്റ് ആണ് അല്ലെ? ഞാൻ പഠിച്ചു എന്നിട്ടും എനിക്കത് കിട്ടണില്ല. ബിനോയ് ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, മറ്റുള്ളവർക്കൊക്കെ കേൾക്കണം. ബട്ടല്ല. ബിനോയ് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ, ഞാൻ പറഞ്ഞോളാം. സുരഭി പറഞ്ഞോളൂ മോനെ. സുരഭി ആരെങ്കിലും ഒന്ന് ഓൺ ചെയ്യൂ. അമർജ്യോതി വീഡിയോ ഓൺ ചെയ്യാൻ ധൈര്യമുണ്ടോ? അടിച്ച് കേറി വാ മക്കളെ ഇങ്ങോട്ട്. അതെ അല്ലേ? ഞാൻ വലിയ രംഗണ്ണൻ അക്കൗണ്ട് വരും. പറയൂ. I studied but still didn't get it. ശരി അല്ലേ? ഞാൻ പറഞ്ഞു അമർജ്യോതിക്ക് എന്തെങ്കിലും പറയാട്ടോ? അമർജ്യോതി. I studied അല്ലേ? എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ അല്ലേ? അപ്പോഴാണ് ഉപയോഗിക്കുന്നത്. ആരാണ്? അമർജ്യോതി. ഞാൻ പറയാം.
ആരാണ് വരുന്നത്? എന്താണ്? I studied but I still didn't get it വരൂലേ? Yes. എന്താണ് ഡിഡിൻ ബട്ടാണോ? കേൾക്കുന്നില്ല. Miss, I studied but still I could not understand. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല. എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല. മനസ്സിലാക്കുന്നില്ലെന്നല്ലേ, എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് എന്നിട്ടും കിട്ടുന്നില്ല. ഞാൻ പഠിച്ചു എന്നിട്ടും കിട്ടുന്നില്ല അല്ലേ? അപ്പൊ കിട്ടിയില്ലെന്നാണോ കിട്ടുന്നില്ലെന്നാണോ മാം? കിട്ടുന്നില്ല അല്ലേ? കിട്ടണില്ല എന്ന് പറയും. നമ്മുടെ ഇവിടെ ആരാ പ്രശ്നക്കാരൻ? യെറ്റ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞേ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അമർ ചോദിക്കുന്നതാണ്. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് അമർ ചോദ്യം പറഞ്ഞത്. യെസ്, സുസ്മിത ഷിജു കറക്റ്റ് അല്ലേ? എന്താണ് അപ്പൊ ബിനോയ് എന്ത് ചേർക്കണം? ബിനോയ് I could not get it. അതന്നെ. ഐ സ്റ്റഡീഡ് get, I didn't get അല്ലേ? ഓക്കെ. അപ്പൊ ഐ സ്റ്റഡി ഡിഡിന്റ് ഗെറ്റ് ഇറ്റ് ആണോ? എന്താണ്? ഐ സ്റ്റഡീഡ് ഡിഡിന്റ് ഗെറ്റ് ഇറ്റ് ആണോ? ഐ സ്റ്റഡീഡ് യെറ്റ് ആരാണ് നമുക്ക് എന്നിട്ടും എന്ന് ചേർക്കണ്ടേ? യെറ്റ്. ഐ സ്റ്റഡീഡ് യെറ്റ് ഐ ഡിഡ്ന്റ് ഗെറ്റ് അല്ലേ? അല്ല അങ്ങനെ പറയുമ്പോഴേ മേഡം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നല്ല. എന്താണ് അങ്ങനെ പറയുമ്പം അതായത് മേഡം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, അതായത് ഞാൻ പഠിച്ചു എന്നിട്ടും അത് എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇംഗ്ലീഷിൽ അത് ഉപയോഗിക്കുമ്പോ ഒരു യോജിപ്പില്ലാത്തവർ ചോദിച്ചു നോക്കണം. നമ്മള് യോജിപ്പില്ലാത്തായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അതാണ് ബട്ട് എന്നത്. ബട്ട് പക്ഷേ അല്ലെ? അത് പറയുന്ന പോലെ തന്നെയാണ് അല്ലെ? ഐ സ്റ്റഡി ബട്ട് ഐ ഡിഡ് ഗെറ്റ്. അതേപോലെ തന്നെയാണ് ഈ യൂസും എന്ന് പറയുന്നത്. ഐ സ്റ്റഡീഡ് ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് അല്ലെ? എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല അല്ലെ? അതേപോലെ തന്നെ എന്താണ് ഈ ബട്ട് എന്ന് പറയുന്നത്? എന്താണ്? പക്ഷേ അല്ലെ? പക്ഷേ എന്ന് യൂസ് ചെയ്യാനായിട്ട് ബട്ട് വേ. പെർഹാപ്സ് എപ്പോഴാണ്? പെർഹാപ്സ് എന്നത് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? പെർഹാപ്സ്. What is the meaning of perhaps? ഒരു പക്ഷേ. എന്താണ്? ഒരു പക്ഷേ കേട്ടോ. പെർഹാപ്സ് കേട്ടോ. ഓക്കെ ആണോ എല്ലാവരും? പെർഹാപ്സ് ആൻഡ് ബട്ട് എന്നൊക്കെ യെറ്റ് എന്നൊക്കെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും തയ്യാറല്ലേ? ഇനി സുരഭി അനീഷ് കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു, സമയം തീർന്നു. അതാണ് പ്രശ്നം. ഞാനോ അടുത്ത ക്ലാസ് ടീച്ചർ വരാനുണ്ട് കേട്ടോ. ക്ലാസ്സൊക്കെ ഞാൻ തന്നെ എടുക്കാവുന്നതല്ലേ. അപ്പോ നെക്സ്റ്റ് ക്ലാസ് we will meet again. എല്ലാവരും നല്ല എനർജറ്റിക് ആയിരിക്കണം കേട്ടോ. എനർജറ്റിക് ആയിരിക്കില്ലേ സുരഭി അനീഷ്? അടുത്ത ക്ലാസ്സിലൊക്കെ നന്നായിട്ടൊക്കെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു അല്ലെ? ഉഷാറായിട്ടിരിക്കുക കേട്ടോ. കേട്ടോ അംബാനി കേട്ടോ. അതൊക്കെ ശരിയായിട്ട് ചെയ്യണ്ടേ അംബാനെ? വേണ്ടേ? എന്നല്ലേ നമ്മുടെ ക്ലാസ് ഒക്കെ നല്ല സൂപ്പർ ആകുള്ളൂ. കേട്ടോ ബിനോയ് അംബാനെ? ഓക്കെ. ഫസീല കേട്ടോ ടീച്ചറെ? എന്നാലും ഫസീലക്ക് എന്താ ഒരു എനർജി ഇല്ലാത്ത? എനർജി ഉണ്ട്, പക്ഷേ എന്തൊക്കെ ആലോചിച്ചിട്ടുള്ള എനർജിയാണ് എവിടെയൊക്കെയോ അല്ലെ? ഇത് ആലോചിച്ചിട്ടുള്ള എനർജിയാണ്. ഏതാലോചിച്ചു? ഈ പഠിച്ചതൊക്കെ തന്നെ.
പഠിച്ചൊക്കെ തന്നെ ആലോചിച്ച് അത്രക്ക് സമയമൊന്നും കളയണ്ട എന്റെ വസീല. അത് ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ചോളൂ. അതിനെ കുറിച്ച് ആലോചിച്ച് നമ്മളെ ഒരു മനസമാധാനം ഒന്ന് കളയാൻ കേട്ടോ വസീല. കേട്ടു. ഇവിടെ ബിനോയ് പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ stay here. All of you stay here. ഓക്കെ Okay. We'll meet again our next class. താങ്ക് യു മാം. താങ്ക് യു Okay. മാം. Okay. താങ്ക് യു. Okay. താങ്ക് യു ടീച്ചർ. Okay, മക്കളെ.